ദൈവത്തിന് നന്ദി. ഈ വലിയ മത്സരത്തിൽ പ്രതിസന്ധിയിൽ കൈപിടിച്ച് നടത്തിയ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്തിന് പ്രത്യേക നന്ദി. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, കൃഷിക്കാർ, തൊഴിലാളികൾ, പാവപ്പെട്ടവർ, അവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ കയ്യും മെയ്യും മറന്ന് ഞങ്ങളെ സഹായിച്ചത്. അവരോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കട്ടെ. നമ്മുടെ UDF-ൻ്റെ ജില്ലാ കമ്മിറ്റി, ജില്ലാ ചെയർമാൻ്റെ നേതൃത്വത്തിൽ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ അടി മുതൽ മുടി വരെ പ്രവർത്തിച്ച് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ത്യാഗനിർഭരമായി പ്രവർത്തിച്ചത്. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് പ്രിയപ്പെട്ട സതീഷ് കൊച്ചുപറമ്പിലാണ്. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന KPCCയുടെ നേതാവ് പ്രിയങ്കരനായ ശ്രീ പഴകുളം മധുവാണ്. അതുപോലെ നമ്മുടെ UDF-ൻ്റെ മുഴുവൻ നേതാക്കൾ KE അബ്ദുൾ റഹ്മാൻ അടക്കം, വർഗീസ് മാമൻ UDF-ൻ്റെ ജില്ലാ ചെയർമാൻ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാനിവിടെ അറിയിക്കട്ടെ. ഇല്ല, പത്തനംതിട്ടയിലെ ആളുകൾ പ്രബുദ്ധരായ ജനങ്ങളല്ലേ, എന്തിനാണ് അവർ BJPക്ക് വോട്ട് ചെയ്യുന്നത്? 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്കോ, കൃഷിക്കാർക്കോ, തൊഴിലില്ലാത്തവർക്കോ, സമൂഹത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രയോജനം മോഡിയുടെ ഭരണം കൊണ്ടുണ്ടായി എന്ന് അവർ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, പത്തനംതിട്ട മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ മകുടമായ ഉദാഹരണമാണ്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പരസ്പര സൗഹൃദത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരിടം. അവിടെ വർഗീയത ആളിക്കത്തിക്കാനും അതിലൂടെ ഈ രാജ്യത്തെ ഛിന്നഭിന്നമാക്കാനും അതിലൂടെ ഉണ്ടാകുന്ന ചോരപ്പുഴകളിൽ തൻ്റെ കസേര ഉറപ്പിക്കാനും ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തോട് പത്തനംതിട്ടയിലെ ജനാധിപത്യ വിശ്വാസികൾ ഒരിക്കലും സന്ധി ചെയ്യില്ല എന്നുള്ളതാണ് BJPയെ ഇത്തവണ പത്തനംതിട്ടയിലെ വോട്ടർമാർ അവഗണിച്ച് തള്ളുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഭരണകൂടത്തിൻ്റെ എല്ലാ ശക്തിയും അതിൻ്റെ എല്ലാ സമ്മർദ്ദങ്ങളും എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും കയ്യിലൊതുക്കി ഒരു വശത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി പച്ചയായ വർഗീയ വിഷം ഈ രാജ്യം മുഴുവൻ പറന്ന് നടന്ന് ചീറ്റിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് കുടപിടിച്ച ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിന് കുടപിടിച്ച ഒരു ഭരണ സംവിധാനവും അതിന് കുടപിടിച്ച കോർപ്പറേറ്റ് മാധ്യമങ്ങൾ, കഴിഞ്ഞ ദിവസം വരെ വന്ന എക്സിറ്റ് പോൾ നിങ്ങൾ കണ്ടല്ലോ. എന്താണ് ഇതിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും ഒരുമിച്ച് ഈ കോർപ്പറേറ്റുകളുടെ സഹായത്തോടെ നടത്തിയ നാടകങ്ങളാണ് യഥാർത്ഥത്തിലുള്ളൊരു വിജയം നേടുന്നതിന് ഇന്ത്യ മുന്നണിയെ തടസ്സപ്പെടുത്തിയത്. എന്നിട്ടും ഇന്ത്യയിലെ ജനങ്ങൾ എത്ര പ്രബുദ്ധരാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇത്ര ആവേശോജ്വലമായ വിജയം. ഒരു വശത്ത് കോടാനുകോടി ഉറുപ്പിക, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിക വാരി എറിഞ്ഞ് ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങളുടെ പിന്തുണയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോയത്. ഇന്ത്യയിലെ ജനങ്ങൾ ഒരിക്കലും മതേതരത്വവും ജനാധിപത്യവും കൈവിടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി തെരഞ്ഞെടുപ്പിനെ ഞാൻ കാണുകയാണ്. അല്ല, ഇവിടെ തെരഞ്ഞെടുപ്പ് മത്സരം LDF-ഉം UDF-ഉം ആയിട്ട് തന്നെയായിരുന്നു. LDF-ൻ്റെ സ്ഥാനാർത്ഥി ഒരു വർഷം മുമ്പ് തന്നെ പ്രചരണം ആരംഭിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വാധീനവും ശക്തിയും ഉപയോഗിച്ചുള്ള പ്രചരണങ്ങൾ നടത്തി. പക്ഷേ സർക്കാരിനെതിരെ ഉയർന്നു വന്ന വലിയൊരു ജനരോഷം, ഇവിടുത്തെ സാധാരണ ജനങ്ങൾ, അവരെ മറ്റൊന്നുമില്ലെങ്കിലും ഈ നാട്ടിലെ നിയമവാഴ്ചയെങ്കിലും നന്നായി മുന്നോട്ട് പോകണം, തങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. തകർന്ന നിയമവാഴ്ചയും തകർന്ന സമ്പദ്ഘടനയും പാവപ്പെട്ടവനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് വൻകിടക്കാർക്ക് വേണ്ടി മാത്രം ചലിക്കുന്ന ഒന്നായി ഈ ഭരണകൂടം മാറി എന്നുള്ള തിരിച്ചറിവ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഈ ഭരണകൂടത്തിനെതിരാക്കി. അതുകൊണ്ട് അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഇത്തവണ UDF-നോടൊപ്പം നിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് രണ്ട് ഗവൺമെൻറ്റുകളോടുള്ള ജനവിരുദ്ധത തന്നെയാണ്. ഈ സർക്കാർ രൂപീകരണ ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഡൽഹിയിൽ എത്താനുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ സർക്കാർ രൂപീകരണത്തിന് ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകും. അത് അന്തിമമായി വിജയം കാണുമെന്നാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. ഇത് ഒരിക്കൽ കൂടി പത്തനംതിട്ടയിലെ പ്രബുദ്ധരായ വോട്ടർമാർ എല്ലാ പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും അതിജീവിച്ച് അവർ നൽകിയ വലിയ പിന്തുണ
ആ പിന്തുണയെ എങ്ങനെയാണ് നന്ദി അറിയിക്കേണ്ടതെന്നറിയില്ല. ഇവിടെ പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും അധികാരത്തിൻ്റെയും എല്ലാ പ്രലോഭനങ്ങളും ഉണ്ടായിട്ടും അതൊന്നുമില്ലാത്ത സാധാരണക്കാരുടെ പാവപ്പെട്ട കൃഷിക്കാരൻ്റെ പ്രതിനിധിയായി മത്സരിച്ച എന്നെ നിങ്ങൾ കാണിച്ച വലിയ സ്നേഹത്തിനും നിങ്ങൾ നൽകിയ കൈത്താങ്ങിനും നിങ്ങൾ നൽകിയ പിന്തുണയ്ക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കട്ടെ. അതുപോലെ തന്നെ UDFൻ്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഇത്തവണ എല്ലാ സ്ഥലങ്ങളിലും, അത് ബൂത്ത് തലം മുതൽ ജില്ലാതലം വരെ അവർ നൽകിയ ശക്തമായ പ്രവർത്തനം, അതിന് നേതൃത്വം നൽകിയ ജില്ലയിലെ UDF കമ്മിറ്റി, UDFൻ്റെ ജില്ലാ ചെയർമാൻ വർഗീസ് മാമൻ അടക്കം DCC പ്രസിഡന്റ് നമ്മുടെ സതീഷ് കൊച്ചുപറമ്പിൽ, നമ്മുടെ KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു, KE അബ്ദുൾ റഹ്മാൻ, ഇതിൻ്റെ എല്ലാം നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളെല്ലാം നയിച്ച ഞങ്ങളുടെ എല്ലാം മുതിർന്ന നേതാവ് PJ കുര്യൻ സാർ അടക്കമുള്ള ഘടകകക്ഷി നേതാക്കൾ, അവരോടെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ.